ഷാർജയിൽ വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കപ്പെട്ട വീട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ക്യാൻസർ ബാധിതയായ ഒരു മലയാളി പ്രവാസി വനിത. രോഗത്തിന് ചികിത്സ തേടി നാട്ടിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഒരു കാലത്ത് ബിസിനസ് സംരംഭകയായിരുന്ന ഈ അമ്മ ഇപ്പോൾ ഷാർജ ഖാദിസിയയിലെ ഈ വില്ലയിൽ കഴിഞ്ഞ 20 ദിവസമായി കരണ്ടും വെള്ളമില്ല. പക്ഷേ ഈ മുറിയിൽ ഒരു ക്യാൻസർ രോഗി താമസിക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ നാട്ടിലേക്ക് പോകാനും കഴിയില്ല. അവർക്ക് യാത്രാ വിലക്കുണ്ട്. 17 വർഷത്തിലേറെ ഷാർജയിൽ ബ്യൂട്ടി സലൂൺ നടത്തിയ സംരംഭകയായിരുന്നു കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ ശോഭ. 2016 ഭർത്താവ് മരിച്ചു. കോവിഡ് കൂടി എത്തിയതോടെ ബിസിനസ് താളം തെറ്റി. ബ്യൂട്ടി സലൂൺ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ വാടകയിൽ വീഴ്ച വരുത്തിയെന്നതിന്റെ പേരിലാണ് ഇപ്പോൾ യാത്രാ വിലക്ക് നേരിടുന്നത്. ബിസിനസ് ചെയ്തിരുന്നിടത്ത് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തതിൻ്റെ വിരോധത്തിന് ബിൽഡിംഗ് ഓണർ എൻ്റെ പേരിൽ കേസാക്കിയതാണ്. ഞാൻ ആൾക്ക് ഒരു പൈസയും കൊടുക്കാനുള്ളതല്ല. അതിൻ്റെ ഫുള്ള് ക്ലിയർ ചെയ്തതാണ്. ടെനൻസി കോൺട്രാക്റ്റ് ഇല്ല, എൻ്റെ അടുത്ത് ഒന്നുമില്ലാത്തതാണ്. ഇപ്പോൾ എത്ര ദിർഹം കൊടുത്താലാണ് നമുക്ക് ഈ ട്രാവൽ ബാൻ ഒഴിവായി കിട്ടുക? മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കാനുള്ളത് 65,000 ദിർഹംസാണ്. പക്ഷേ അറബി പറയുന്നത് അയാൾക്ക് 25,000 കൊടുത്താൽ കേസ് ഫിനിഷാക്കി തരാനാണ്. അതാണ്. 25,000 ദിർഹം ഈ അറബിക്ക് കൊടുത്താൽ ചേച്ചിക്ക് ചികിത്സക്കായിട്ട് നാട്ടിൽ പോവാം. അങ്ങനെ പോകാൻ പറ്റും. ഏകത, സേവ തുടങ്ങിയ സാമൂഹിക സംഘടനകളുടെ സഹായത്തിലാണ് വിസ പുതുക്കി ഇപ്പോൾ ഷാർജയിൽ കഴിയുന്നത്. തുച്ഛ വരുമാനമുള്ള ജോലിയിലാണ് മകൻ. ചികിത്സയ്ക്കും മറ്റുമായി വേണ്ടിവരുന്ന ചെലവ് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. ഇപ്പം ഷാർജ ചാരിറ്റി ഒരു 13,000 തന്നു. അത് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, അൽത്തവാം ഹോസ്പിറ്റലിലേക്ക്. അവിടെ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഇന്നലെ അതിൻ്റെ ഒരു റേഡിയേഷൻ കഴിഞ്ഞു, ഫുൾ ബോഡി സ്കാനിങ് എല്ലാം കഴിഞ്ഞു. ഇനി അവർ പറയും ഇനി എന്താ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഓപ്പറേഷൻ ആണോ കീമോ ആണോ എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. അത് ഇനി ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമേ അവർ വിളിക്കുകയുള്ളൂ. ഈ ദുരിതങ്ങൾക്കിടയിലാണ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ വെള്ളവും വൈദ്യുതിയും നിലച്ചിരിക്കുന്നത്. വില്ലയെടുത്ത് വാടകയ്ക്ക് കൊടുക്കുന്ന കൊൽക്കത്ത സ്വദേശി വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും ബില്ലടയ്ക്കാത്തതാണ് ഇപ്പോൾ ഇവരെ വെട്ടിലാക്കിയത്. അത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് ഒരു കൽക്കട്ടക്കാരനാണ്. അയാൾക്ക് നമ്മൾ റെൻറ്റ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അയാൾ ഇലക്ട്രിസിറ്റിയിൽ പൈസ അടയ്ക്കാഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്ത് പോയി. അവർ 12,000 ദിർഹംസ് അവർ ഇലക്ട്രിസിറ്റിയിൽ പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്. അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നാളെ വന്ന് ക്ലോസ് ചെയ്ത് പോയി. അയാൾ പറഞ്ഞ പൈസ അടയ്ക്കില്ല, നമ്മൾ പൈസ തിരിച്ചു തരില്ല, അങ്ങനെയാന്ന് പറയുന്നത്. നമ്മൾ ഒഴിഞ്ഞു പോകാനാണ് പറയുന്നത്. ഈ കുടിവെള്ളത്തിനും ഇതിനൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ കുടിവെള്ളത്തിനൂടെ ഒരു പള്ളിയുണ്ട് മുമ്പിൽ, അതിനിവിടെ ബാച്ചിലേഴ്സ് താമസമുണ്ട്. അവർ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരും, നമുക്കും തരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. $25,000 ദിർഹം കൊടുക്കാൻ തയ്യാറായാൽ ശോഭയുടെ യാത്രാ വിലക്ക് ഒഴിവാകും. അങ്ങനെ നാട്ടിലെത്തി ചികിത്സ തുടരാനുള്ള ആഗ്രഹത്തിലാണ് ഇവർ. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ.